പി ജയരാജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഖാവിൻ്റെ എത്രാമത്തെ പാർട്ടി കോൺഗ്രസ്സാണ്? ഇതുകൂടി ചേർന്നാൽ 14. ഓരോ പാർട്ടി കോൺഗ്രസ് വരുമ്പോഴും ഓരോരോ മാറ്റങ്ങളല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസ് ഒരു തുടർച്ചയാണ്. അങ്ങനെ മാറി മാറി വരുന്നതല്ല. ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ചു വരുന്നതാണ്. ഇന്ത്യയിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കുക, അതിന് ഇന്ത്യൻ സമൂർത്തമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ടാക്ടിക്കൽ ലൈൻ, അതിൻ്റെ നടപടികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതൊരു തുടർച്ചയാണ്. കേരളത്തിൽ ഹാട്രിക് ഭരണം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തന രൂപരേഖകൾ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവില്ലേ? കേരളത്തിൻ്റെ കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളില്ല. എങ്കിൽ പോലും കേരളം ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയാണ്, ഇന്ത്യയിലെ ഒരു പച്ചത്തുരുത്താണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഈ സമ്മേളനങ്ങളുടെ എല്ലാം ഒരു പരിശോധനയ്ക്കും ചർച്ചയ്ക്കും കേരള രാഷ്ട്രീയം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൻ്റെ ബദൽ നയങ്ങൾ, അത് ഇന്ത്യൻ ജനങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം, ഇതെല്ലാം ഒരു ചർച്ചാ വിഷയമാണ്. മധുര ഇനി 5 ദിവസം ചുവപ്പൻ കോട്ടയാണല്ലേ? പാർട്ടി കോൺഗ്രസ് ഒരു പ്രധാന സന്ദർഭമാണല്ലോ. പാർട്ടിയുടെ നയം ആവിഷ്കരിക്കുന്നതിൽ വളരെ ജനാധിപത്യപരമായിട്ട് താഴെ തലം വരെയുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണല്ലോ. ഇവിടെ പാർട്ടി പ്രതിനിധികൾക്ക് അഭിപ്രായം പറയാം, ഭേദഗതികൾ നിർദ്ദേശിക്കാം, വേണമെങ്കിൽ വോട്ടിനിടാം. അതെത്രയും ജനാധിപത്യപരമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ നയം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നത് വലിയൊരു അനുഭവമാണ്, ഒരു ഇടപെടൽ കൂടിയാണ്.